ടി സിദ്ദീഖ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നതും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചില ആക്ഷൻസിലേക്ക് പാർട്ടി തലത്തിൽ കടന്നതുമാണ്. ഒരു കാരണവശാലും IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതുകൊണ്ട് ഈ മരണത്തിൽ, സങ്കടകരമായ മരണത്തിൽ, വിജയേട്ടൻ മാത്രമല്ല വിജയേട്ടൻ്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ടായി. വിജയേട്ടൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താമായിരുന്നു. അപ്പൊ ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. ആ സാധ്യതയെക്കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പോലീസ് എല്ലാം പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും. പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് MLA നിങ്ങളോട് സംസാരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വയനാട് ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLAക്ക് ഒരു പങ്കുമില്ല. അന്വേഷണവുമായി പാർട്ടി സഹകരിക്കും. ഇപ്പോൾ ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണം അത് അംഗീകരിക്കാൻ ആകില്ല എന്നാണ് ടി സിദ്ദീഖ് MLA വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചത്.